ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ആത്മീയ ലോകത്തേക്ക് നോക്കുമ്പോൾ അനേക തരങ്ങളിലുള്ള പ്രാർത്ഥനകൾ നാം കേൾക്കാറുണ്ട്. പരസ്യ പ്രാർത്ഥനയുണ്ട്, രഹസ്യ പ്രാർത്ഥനയുണ്ട്, അച്ചടി പ്രാർത്ഥനകളുണ്ട്. പല രീതികളിൽ മനുഷ്യർ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ദേവാലയങ്ങളിൽ പോകുമ്പോൾ പുസ്തകങ്ങളിൽ നിന്നുള്ള അച്ചടിച്ച പ്രാർത്ഥനകൾ ഉരുവിടുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണമാണ് അവിടെയുള്ളത്. വ്യക്തിപരമായി സ്വതന്ത്രമായി ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറയുവാനുള്ള സാഹചര്യത്തെക്കാൾ ഉപരി അപ്രകാരമുള്ള സാഹചര്യം ഒരുക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണ് പലപ്പോഴും മുഴുവൻ കേൾക്കുന്നത്. മറ്റു ചിലർ വർഷങ്ങളായിട്ട് ഇപ്രകാരം പ്രാർത്ഥിച്ച് കാണാപ്പാഠം പഠിച്ചു വച്ചിരിക്കുന്ന പ്രാർത്ഥനകളാണ് ഉരുവിടുന്നത്. പഠിപ്പിക്കുന്നതെന്തോ അത് വിളിച്ചു പറയുക. അതിന് പാരറ്റ് പ്രേയേഴ്സ് എന്നാണ് പറയുന്നത്, തത്ത പ്രാർത്ഥന. ഒരു തത്തയെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചാൽ തത്ത ആ പ്രാർത്ഥന ഉരുവിടും. അതിൻ്റെ വിചാരങ്ങളോ അതിൻ്റെ വികാരങ്ങളോ അതിൻ്റെ മൂല്യങ്ങളോ അതിൻ്റെ അർത്ഥങ്ങളോ ഒന്നും മനസ്സിലാക്കിയിട്ടല്ല. തത്തമ്മയെ പൂച്ച എന്ന് പറയുമ്പോൾ തത്തമ്മയും പറയും പൂച്ച. അതിന് പൂച്ച എന്നൊന്നോ മറ്റൊന്നോ അറിഞ്ഞുകൂടാ. അപ്പോൾ പ്രാർത്ഥനകൾ പല രീതികളിലാണ്. ഹൃദയത്തിൻ്റെ അഗാധങ്ങളിൽ നിന്ന് ദൈവത്തോട് അർത്ഥന നടത്തുന്ന പ്രാർത്ഥനയാണ്. രഹസ്യമായി മറ്റാരും കേൾക്കാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. പരസ്യമായി ദൈവത്തോട് നിലവിളിക്കുന്നത് പ്രാർത്ഥനയാണ്. അപ്പോൾ പ്രാർത്ഥനകൾ പല രീതികളിലാണ് സ്വർഗത്തിലേക്ക് അയക്കപ്പെടുന്നത്. എന്നാൽ പരമപ്രധാനമായ കാര്യം, എങ്ങനെ പ്രാർത്ഥിച്ചിരുന്നാലും ശരി, അനേകർ ദൈവവുമായുള്ള തങ്ങളുടെ ബന്ധത്തെ പരിശോധിക്കാതെയാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു ചടങ്ങ്, ഒരാവർത്തനം എന്നതിൽ കവിഞ്ഞ്, ഒരു പതിവ് എന്നതിൽ കവിഞ്ഞ് ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് പരിശോധിക്കുവാൻ അനേകരും കൂട്ടാക്കുന്നില്ല. രാവിലെ ഉണർന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി ആ ദിവസത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു പോയി. രാത്രിയിൽ വന്ന് ഉറങ്ങുന്നതിന് മുൻപ് ആ പകൽക്കാലം ദൈവവുമായിട്ട് എങ്ങനെയാണ് താൻ മുൻപോട്ട് പോയത്, ദൈവവുമായിട്ടുള്ള ബന്ധം ഏതവസ്ഥയിലാണ് ഈ രാത്രിയായപ്പോൾ ഉണ്ടായിട്ടുള്ളത്, ദൈവത്തെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടോ, പ്രവർത്തനങ്ങൾ കൊണ്ട് ഏതെങ്കിലും രീതിയിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ, അത് പരിശോധിക്കുന്നില്ല. പകരം രാത്രിയിൽ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങുക. അച്ചടി പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ദൈവമേ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് വന്ന എല്ലാവിധ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളെ രക്ഷിക്കണമെന്നൊരു വാക്ക് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങുക. എന്നാൽ തങ്ങൾ ചെയ്തു പോകുന്ന തെറ്റുകളെക്കുറിച്ച് അനുദപിക്കുവാനോ പശ്ചാത്തപിക്കുവാനോ ചിന്തിക്കുവാനോ കൂട്ടാക്കാതെ എന്നും പതിവുള്ള ആ പ്രാർത്ഥന വീണ്ടും ഊരിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ഇവിടെയാണ് സ്വർഗത്തിൽ പ്രാർത്ഥനയുടെ പ്രാഗൽഭ്യം ചോർന്നു പോകുന്നത്. നമ്മെ തന്നെ സ്വയം പരിശോധിക്കാതെ, നാമും ദൈവവുമായുള്ള ബന്ധം എങ്ങനെയെന്ന് പരിശോധിക്കാതെ, നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിൽ സ്വീകാര്യമാണോ എന്ന് ചിന്തിക്കാതെ, പാരമ്പര്യത്തിൻ്റേതായിട്ടുള്ള തുടർച്ചയെന്നോണം ആചാരങ്ങളുടെ അനുഷ്ഠാനമെന്നോണം നടത്തപ്പെടുന്ന പ്രാർത്ഥനകൾക്ക് സ്വർഗത്തിൽ യാതൊരു പ്രാഗൽഭ്യവുമില്ല. See, we all pray. There are many types of prayers: personal prayers, public prayers, printed prayers. In whatever form you say, you do not examine what exactly is your relationship with God. We rise up early in the morning, thank God for the morning, and then we go ahead. But when we come back in the night and when we pray, we don't tell God about all the things that happened during the day. You don't remember wherever you have been going away from God. You don't tell God where you have fallen away from His love. You don't tell God where exactly you have been doing wrong. You will come in the night after a great
toil during the day. You come, you pray as a nominal thing and you sleep. It's a nominal prayer. And we are satisfied. But such prayers have no importance before God, no validity before God. Because these are just repetitions of traditions. You pray every day, you have to pray every day, so you come and make a prayer and go. You are not bothered about how you pray. You are not bothered about whether God is listening to your prayer. If you are not bothered about whether your prayers can reach heaven. We pray, that's all. It's a continuation of our traditions. It's in this context that I like to think with you from Luke chapter 18 verse 10. 2 men went up into the temple to pray, one a Pharisee and the other a publican. ഇങ്ങനെയുള്ള പ്രാർത്ഥനയുടെ പശ്ചാത്തലങ്ങളിലാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18 അധ്യായം 10 വാക്യത്തിൽ 2 മനുഷ്യർ പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിൽ പോയി, ഒരുവൻ പരീശനും മറ്റവൻ ചുങ്കക്കാരനുമായിരുന്നു. 2 പേർ യഹൂദ സമൂഹത്തിൻ്റെ 2 അറ്റത്ത് നിൽക്കുന്നവരാണ്. ഒന്ന് ഒരു പരീശൻ. ആരാണ് ഈ പരീശന്മാർ? യഹൂദ സഭയിൽ വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് പരീശന്മാർ. അവർ സ്വയമായിട്ട് ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കാമെന്ന് തീരുമാനമെടുത്തവരാണ്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണമെന്ന് ലേവ്യ പുസ്തകത്തിൽ 11 അധ്യായം 45 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവർ പ്രാവർത്തികമാക്കുവാൻ തക്കോണം ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുന്നവരാണ്. മോശയുടെ ന്യായപ്രമാണം അവരുടെ ജീവിതത്തിൽ അങ്ങേയറ്റം അത് പ്രാവർത്തികമാക്കുവാൻ തക്കതിനുവണ്ണം വ്രതമെടുത്ത് അപ്രകാരം ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്നവരാണ്. തങ്ങളുടെ നെറ്റിമേലും കൈമേലും അവർ 1.5 ഇഞ്ച് വീതിയും 18 ഇഞ്ച് നീളവുമുള്ള തുകൽ പെട്ടികൾ കെട്ടി അതിലെ പുറപ്പാട് പുസ്തകം 3 അധ്യായം 10 വാക്യവും ആവർത്തന പുസ്തകം 6 അധ്യായത്തിൻ്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളും 11 അധ്യായത്തിൻ്റെ 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളും എഴുതി ധരിച്ചിരുന്നവരാണ്. വലിയ കുപ്പായം ധരിച്ചിരുന്നു, വീതിയുള്ള ബോർഡറുള്ള അപ്രകാരമുള്ള വലിയ എല്ലാവരെയും ആകർഷിക്കത്തക്ക വേഷവിധാനം, കുപ്പായം മാത്രമല്ല ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിക്കുന്നവരെന്ന് അവകാശപ്പെട്ടിരുന്നവരാണ് പരീശന്മാർ. അവർ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിച്ചിരുന്നു. നേടുന്നതിനെല്ലാം ദശാംശം കൊടുത്തിരുന്നു. എല്ലാത്തിനും കർത്താവ് ദശാംശം കൊടുക്കുന്നതിനെ പരിഹസിച്ചു. കാരണം ആ ദശാംശം കൊടുപ്പിലൊരു പരമാർത്ഥതയില്ല. അവർ മറ്റുള്ളവരുടെ ഭവനത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയില്ല, പരീശന്മാരെടുക്കുന്ന കഴിക്കുക. കാരണം മറ്റുള്ളവർ ദശാംശം കൊടുക്കാതെയാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നതെങ്കിൽ അത് പാവമായിട്ടാണ് ഇവർ കണക്കാക്കിയിരുന്നത്. അങ്ങനെ എല്ലാ രീതികളിലും ഒരു വേർപെട്ട ജീവിതം നയിക്കുന്നുവെന്ന് അഭിമാനിക്കുകയും യഹൂദ സഭയിലെ സമുന്നതമായ പദവി കൈക്കലാക്കിക്കൊണ്ട് മുൻപോട്ട് പോവുകയും ചെയ്തിരുന്ന കൂട്ടരാണ് പരീശന്മാർ. തൻ്റെ ഇഹലോക ജീവിതകാലത്ത് കർത്താവ് ഇവരുടെ പൊള്ളത്തരം ആവോളം വിളിച്ചെത്തുന്നു. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിനോട് ബദ്ധവൈരാഗ്യമായിരുന്നു ഈ പരീശന്മാർക്ക്. കാരണം ഇവരുടേതായിട്ടുള്ള പൊള്ളത്തരങ്ങൾ മുഴുവൻ കർത്താവ് വിളിച്ചെത്തുന്നു. വി ഫൈൻഡ് ദറ്റ് ദ ഫരീസീസ് വർ എ സ്പെഷ്യൽ ഗ്രൂപ്പ്. So they wanted to be as close as possible to the Almighty Lord. Leviticus chapter 11 verse 45 we find, "Be thou holy as I am holy." So, taking account of this particular verse, they made themselves, or they had taken solemn promises to live according to the Mosaic law, to practice the Mosaic law and to be as near as God as possible. And they wore small leather boxes 1.5 inches in width and 18 inches long. They wore it around their arms and also on their forehead. And these boxes contained verses from Exodus chapter 3 verses 3 to 10. Again we find Deuteronomy chapter 6 verses 4 to 9.
and chapter 11, verses 13 and 21. So they wore this in small leather boxes. And they wore loose gowns with big phylacteries. They fasted twice a week and gave tithes for everything. So, in all this, they showed the people that they were separated ones. And they were a very, very close community or a group which had great relationship with God. And in the Jewish church, they were considered to be the nearest to God. So that was the status they were enjoying in the Jewish church. But when Jesus came, he was terribly critical of these Pharisees because they were hypocrites. And he ridicules them in many ways. ചുങ്കക്കാരെന്ന് പറയുമ്പോൾ അന്നത്തെ സമൂഹം വെറുത്തിരുന്നവരാണ്. കാരണം അവർ യഹൂദന്മാരാണ്, പക്ഷേ റോമ ഗവൺമെൻറ്റിൻ്റെ ജോലിക്കാരായി നിന്നുകൊണ്ട് ഈ തങ്ങളുടെ സ്വന്തം ജനത്തെ ആവോളം നികുതി പിരിച്ച് പീഡിപ്പിക്കുന്നവരായിരുന്നു ഈ ചുങ്കക്കാർ. അതുകൊണ്ട് ചുങ്കക്കാരെ പാപികളായിട്ടാണ് യഹൂദ സമൂഹം കണ്ടിരുന്നത്. സ്വന്തം ദേശത്തെ ഒറ്റുകൊടുക്കുന്നവർ, മാതൃഭൂമിയെ അവഗണിച്ച് കളയുന്നവർ, മറ്റൊരു രാഷ്ട്രത്തിന് വേണ്ടി ചുങ്കം പിരിച്ച് ജനത്തെ പീഡിപ്പിക്കുന്നവർ, അങ്ങനെ ചുങ്കക്കാരെല്ലാവരും വെറുക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു. We find the publicans. They were tax collectors. They were hated by the people because though they were Jews, they were servants of the Roman government. And they used to levy the taxes, which was not justified at all. And the Jews had to pay their taxes because they were under the Roman government. And the people who were responsible for this unjustified tax collection were these publicans. Everybody hated them. And they were considered as traitors of their motherland. They were drawing their salary from the Roman government and were actually plundering their own people. So the people looked at them as sinners. So here we find the prayers of these two people from two extremities. One a Pharisee who claimed to be nearest to God, and the other a publican who the society considered to be very far away from God. And we find them praying. Again, we have to find the real meaning of prayer. You see, in 1 Corinthians chapter 14, verse 15, St. Paul says, you can pray with the Spirit and pray with understanding. പൗലോസ്ലീഹ പറയുകയാണ് 1 കൊരിന്ത്യർ 14 അധ്യായത്തിൻ്റെ 15 വാക്യത്തിൽ, ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. രണ്ട് രീതിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയും. ആത്മാവ് കൊണ്ട് ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. അതേസമയത്ത് തന്നെ ബുദ്ധി കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും. ഇവിടെ നാം ഇവരുടേതായിട്ടുള്ള പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ ഇതൊരു മാനദണ്ഡമാണ്. പരീശൻ വന്നു, അവന് പ്രാർത്ഥിക്കുകയാണ്. അവന് ദൈവത്തോട് തൻ്റെ യോഗ്യതകളുടേതായിട്ടുള്ള ഒരറിയിപ്പാണ് നൽകുന്നത്. We find the Pharisee coming and standing near the most holy place there, and he gives that information to God about himself. There is no repentance about his life at all. He's a righteous man. He claims himself to be a righteous man. He doesn't claim to have done any sin. So he's not a sinner. He's a holy man. And that's why he's so near the throne of grace. And he justifies himself, gives a first-hand knowledge of himself to God. I am not like the other man who steal or cheat others. You see, I do not commit adultery. And I am not like the publican who is sitting there
in this church? Well, I give tithe for everything. That's it. So he gives that information, justifying himself, and there is pride in his prayer. He is very near the Holy of Holies, and he wants everybody to understand that he is a very holy man. ദൈവത്തിന് തന്നെക്കുറിച്ചുള്ള ഒരു അറിയിപ്പാണ് അവൻ കൊടുക്കുന്നത്. എന്താ അവൻ പറയുന്നത്? ഞാൻ മറ്റുള്ളവരെ പോലെയല്ല, ഞാൻ മോഷ്ടിക്കുന്നില്ല, പിന്നെ ഞാൻ ആരെയും വഞ്ചിക്കുന്നില്ല, ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ല, അങ്ങനെ നിൻ്റെ കൽപ്പനകളൊന്നും ഞാൻ ലംഘിക്കുന്നില്ല. നീ തന്ന 10 കൽപ്പനകളിലെ മുഖ്യ കൽപ്പനകളായ ഈ കൽപ്പനയൊക്കെ ഞാൻ അനുസരിക്കുന്നുണ്ട്. മാത്രമല്ല, ഞാനാണ്ട് അവിടെ ഇരിക്കുന്ന ആ ചുങ്കക്കാരനെ പോലെയല്ല, ഞാൻ നേടുന്നതിനെല്ലാം ദശാംശം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, എൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവമാണ് എനിക്ക് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. അവൻ പറഞ്ഞ് ന്യായവാദങ്ങൾ ഉന്നയിച്ച് തെളിയിക്കുകയാണ്. അവൻ്റെ പ്രാർത്ഥനകൾ 34 വാക്കുകളാണ് ഇംഗ്ലീഷിലുള്ളത്. He says a 34-word prayer. വിശാലമായി വിശദമായി gives a great description about all his righteousness, all his doings for the Almighty God. And that is the 34-word prayer. 34 വാക്കുകളുള്ള, ദൈവത്തോടെല്ലാം വിശദീകരിച്ചുകൊണ്ടുള്ള, തന്നെക്കുറിച്ച് മാത്രം വിശദീകരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. മാത്രമല്ല, അവൻ തന്നിലേക്കല്ല നോക്കുന്നത്, തൊട്ടടുത്തിരിക്കുന്ന ചുങ്കക്കാരനിലേക്കും ചുറ്റുപാടുകളിലേക്കുമാണ്. തനിക്ക് എന്തെങ്കിലും കുറ്റമുണ്ടോ എന്നവൻ പരിശോധിക്കുന്നില്ല, തനിക്ക് കുറ്റമില്ല എന്നവൻ സ്ഥാപിക്കുകയാണ്. ദൈവം കൽപ്പിച്ചിരിക്കുന്നതാണ് ദശാംശം, ഞാനത് ചെയ്യുന്നുണ്ട്. അതെ, നീ കൽപ്പിച്ചിട്ടുണ്ട് മോഷ്ടിക്കുന്നത്, ഞാൻ മോഷ്ടിക്കുന്നില്ല, ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ദൈവിക കൽപ്പനകൾ സമ്പൂർണ്ണമായിട്ട് അനുസരിക്കുന്നുവെന്നും താൻ മറ്റുള്ളവരെ പോലെ അല്ല എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുകയാണ്. ആ 34 വാക്ക് പ്രാർത്ഥന ഇംഗ്ലീഷിലാണ്, 34 വാക്കുകൾ. പരീശൻ്റെ പ്രാർത്ഥന അപ്രകാരം അവിടെ മുഴങ്ങുമ്പോൾ അങ്ങ് ദൂരെ ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് പോലും നോക്കുവാൻ കഴിവില്ലാതെ ആകാശത്തേക്ക് നോക്കി സ്വർഗത്തിലേക്ക് മാറത്തടിച്ചുകൊണ്ട് ആ ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുകയാണ്. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് 7 വാക്കുകൾ മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷിൽ. അതെ, മഹാപാപിയായ എന്നോട് കരുണയുണ്ടാകണം. അത് കണ്ണുനീര് നിറഞ്ഞ ഒരു നിലവിളിയായിരുന്നു. എൻ്റെ മേൽ കരുണ തോന്നണം. അവിടെ അനുതാപത്തിൻ്റെ അപേക്ഷയാണ് കാണുന്നത്. You find the publican saying a 7-word prayer, a broken-hearted prayer, a prayer with tears. Only 7 words, no descriptions at all about his doings, no justification, not claiming any righteousness, admitting that he is a sinner and asking God to shower mercy on him. God, have mercy on me, a sinner. He is not bothered even to go near the Holy of Holies. He is not at all looking at that place. He is just looking into heavens and crying out to God. What does he say? God, have mercy on me, a sinner. My beloved brothers and sisters, many a time we justify our doings. We do not try to find out what our relationship with God is, how we have gone away from God. Have we forgotten the principles of God? We fail to examine ourselves, but we pray. But that's the difference between the prayer of the Pharisee and the publican. The publican knew that he was a sinner, and he cries out to God, asking God to forgive his sins. There were tears in his prayers. He was crying out. Whereas the Pharisee, he justified himself. He is claiming righteousness. He is full of righteousness.
And at the same time, he tries to point out the publican. See, look, that fellow is a sinner. I'm not like him. God is a righteous God. So he has to listen to that. That's what the Pharisee thought. And we find finally the prayer of the publican was justified. God heard the prayers of the publican. അങ്ങനെ സ്വർഗത്തിലേക്ക് എത്തിയ പ്രാർത്ഥനകൾ, ചുങ്കക്കാരുടെ പ്രാർത്ഥനയാണ് ദൈവം കൈക്കൊള്ളുന്നതെന്ന് കർത്താവ് പറയുകയാണ്. കാരണം അവിടെ അനുതാപമുണ്ട്, ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചുള്ള പശ്ചാത്താപമുണ്ട്, തന്നെ തന്നെ വിനയപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. മറ്റേതോ തന്നെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് കൊടുക്കുന്നത്. തന്നിലുള്ള നീതി പ്രകാശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ തന്നിലുള്ള നീതി ഉണ്ടെന്ന് സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. ഒരു തെറ്റുമില്ല, അനുതാപമില്ല. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ദൈവം വെറുക്കുകയാണ്. മഹാഭാവി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന, അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുന്ന ആ ചുങ്കക്കാരുടെ പ്രാർത്ഥന സ്വർഗം കൈക്കൊള്ളുകയാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ്? പലപ്പോഴും നമ്മെ തന്നെ ന്യായീകരിച്ച് ആ ന്യായീകരണത്തിൽ കൂടി നമ്മുടെ തെറ്റുകളെ മറച്ചു പിടിച്ചുകൊണ്ട് നമ്മുടെ തെറ്റുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ കഴിയാതെ ഉള്ള ന്യായീകരണ പ്രാർത്ഥനയാണോ നാം ഉരുവിടുന്നത്? അതോ ആ ചുങ്കക്കാരനെ പോലെ ഞാൻ മഹാഭാവിയാകുന്ന മനുഷ്യനാകുന്നു, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് അനുതാപത്തോടെ പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ്. അനുതാപത്തോടെയും പശ്ചാത്താപത്തോടെയും ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിച്ച ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന സ്വർഗം കേട്ടുവെന്നാണ് നാം വായിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം അപ്രകാരമായി തീരട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോഴൊക്കെയും നമ്മെ തന്നെ പരിശോധിച്ച് നമ്മുടെ കുറവുകളെ കണ്ടെത്തി ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ നാം പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് സ്വർഗം മറുപടി നൽകുന്നത്. അങ്ങനെ മറുപടി ലഭിക്കുവാൻ തക്കതിനുണ്ട് നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളിവിടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്പിതാവിൻ ദൈവമേ, ആ ചുങ്കക്കാരനെ പോലെ ഞങ്ങളുടെ കുറവുകൾ കണ്ടെത്തിക്കൊണ്ട് അങ്ങനെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും സഹായിക്കണമേ. പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയുള്ള ബന്ധം എങ്ങനെയെന്ന് പരിശോധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ നിരപ്പ് പ്രാപിച്ച് ഞങ്ങളുടെ കുറവുകൾ ക്ഷമിക്കപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് സ്വർഗം മറുപടി നൽകുന്നതെന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. ആ ചുങ്കക്കാരനെ പ്രാർത്ഥന കേട്ടതുപോലെ അടിയങ്ങളുടെ പ്രാർത്ഥനയും കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് യേശുനാഥിൽ അപേക്ഷിക്കുന്ന കൃപ കേൾക്കുവാനാണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.